ഹലോ മക്കളെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചാർജ് എന്താണെന്ന് മനസ്സിലാക്കി. നമ്മുടെ +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ചാർജ്. അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായ ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് അഥവാ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. ചാർജ് തോന്നിയ പോലെ ഒന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? ചാർജ് തോന്നിയ പോലെയാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസ് അനുസരിച്ചേ ചാർജ് ബിഹേവ് ചെയ്യുള്ളൂ. അതെന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇവിടുന്ന് ഡയറക്റ്റ് നിങ്ങളുടെ എക്സാമിൽ ഡയറക്റ്റ് ക്വസ്റ്റൻസ് പബ്ലിക് എക്സാമിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓൾസോ മക്കളെ, നിങ്ങൾക്ക് ഫുൾ കണ്ടന്റ്, ഫിസിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫുൾ കണ്ടന്റ്, കംപ്ലീറ്റ് ക്ലാസ്സസ് ആയിക്കോട്ടെ, എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസ് ലൈവുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവുകൾ, ഓരോ ചാപ്റ്ററിൻ്റെ വർക്ക്ഷീറ്റ്, സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാംസ്, ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും കൂടെ ഫീസ് വെറും 6,000 വരുന്നുള്ള ഒരു വർഷത്തേക്ക് ഇൻക്ലൂഡിങ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മുടെ വേറെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കംപ്ലീറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ് മക്കളെ. ചാർജിൻ്റെ പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടിയെ നമ്മൾ വിളിക്കും അഡിറ്റിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ പറയും ചാർജ് ഈസ് അഡിറ്റീവ് എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു പെട്ടിയിൽ 3 ചാർജുകൾ കൊണ്ടിട്ടു. 3 കൂളും എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ SI യൂണിറ്റ് ആണെന്ന് അറിയാലോ. അപ്പോൾ 3 കൂളുമ്പിൻ്റെ ഒരു ചാർജ് ഇവിടെ കിടപ്പുണ്ട്. 5 കൂളുമ്പിൻ്റെ വേറൊരു ചാർജ് അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. -2 കൂളും, ചാർജിന് നെഗറ്റീവ് ആവാം. -2 കൂളും അതിൽ കിടപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ മൊത്തം പെട്ടിയുടെ, അല്ലെ ഇതിനെ നമ്മൾ സിസ്റ്റം എന്ന് വിളിക്കാം, ഈ സിസ്റ്റത്തിൻ്റെ നെറ്റ് ചാർജ് അഥവാ ടോട്ടൽ ചാർജ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും? നിങ്ങൾ എന്താ ചെയ്യുക? സാർ വളരെ സിമ്പിളാണ്. നെറ്റ് ചാർജിനെ നമുക്ക് Q നെറ്റ് എന്ന് എഴുതാം. Q എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ സിമ്പിളാണ്. അപ്പം നെറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എല്ലാത്തിനും പിടിച്ച് ആഡ് ചെയ്താൽ പോരെ. 3 കൂളുമ്പ് + 5 കൂളുമ്പ്, -2നെ മൈനസ് ആയിട്ട് തന്നെ എടുക്കുക, -2 കൂളുമ്പ്. അപ്പോൾ എത്ര കിട്ടുക? 5 - 2 3, 3 + 3 6 കൂളുമ്പാണ് ഈ പെട്ടിയുടെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൻ്റെ നെറ്റ് ചാർജ്. അപ്പം ഒരു സിസ്റ്റത്തിൻ്റെ നെറ്റ് ചാർജ് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? ആ സിസ്റ്റത്തിലുള്ള ഇൻഡിവിജ്വൽ ചാർജസിനെ ആഡ് ചെയ്യുക. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അതായത് ഒരു സിസ്റ്റത്തിൻ്റെ നെറ്റ് ചാർജ് നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ആ സിസ്റ്റത്തിൽ കുറേ ചാർജസ് ഉണ്ട്. Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്, അങ്ങനെ Qn വരെ, അങ്ങനെ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ നെറ്റ് ചാർജ് കിട്ടാൻ എന്ത് ചെയ്യുന്നത്? മതി +ഇട്ട് കൊടുത്താൽ മതി. എല്ലാത്തിനും പിടിച്ച് ആഡ് ചെയ്യാം. ഇതിനാണ് നമ്മൾ പറയുക ചാർജസ് അഡിറ്റീവ് അല്ലെങ്കിൽ അഡിറ്റിവിറ്റി ഓഫ് ചാർജ് എന്ന് പറയും. ജസ്റ്റ് ടോട്ടൽ ചാർജ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുള്ള എല്ലാ ചാർജിനെ കുറിച്ച് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൈനസിനെ മൈനസ് ആയിട്ട് തന്നെ എടുക്കണം. ഓക്കെ, മൈനസിനെ മൈനസ് ആയിട്ട് തന്നെ എടുക്കണം. സിമ്പിളാണ്, സിമ്പിൾ പ്രോപ്പർട്ടി ഓഫ് ചാർജ് ആണ്. ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. എന്താണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി? നിങ്ങൾക്കറിയാം, ക്രിക്കറ്റ് നിങ്ങളെല്ലാവരും IPL ഫോളോ ചെയ്യുന്നവരാണ്. ഈ ക്രിക്കറ്റിൽ നമ്മൾ ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുമ്പോൾ തോന്നിയ റൺസ് എടുക്കാൻ പറ്റുമോ? തോന്നിയെന്ന് പറഞ്ഞാൽ സാർ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്കറിയാം 0 റൺസ് എടുക്കാം, അടിച്ചില്ല, അല്ലെങ്കിൽ അടിച്ചിട്ട് ഓടിയില്ല, അല്ലെ വേറെ ബൗണ്ടറി ഒന്നും ആയില്ല, അപ്പോൾ 0 റൺസാണ്, റൺസ് ഇല്ല, കുഴപ്പമില്ല. 1 റൺ എടുക്കാം, ഓടിയെടുക്കാം. 2 റൺ എടുക്കാം, 3 റൺ എടുക്കാം, 4 റൺ എടുക്കാം, 5 റൺ എടുക്കാം, 6 റൺ എടുക്കാം. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ ഇടയിൽ ഒരു അര റണ്ണിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു അര റണ്ണ്, അത് പറ്റുമോ? പറ്റില്ല. അത് ഇല്ലാത്തതുകൊണ്ടാണ്. അര റണ്ണെന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല. കോൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ അത് അലൗഡ് അല്ല, അത് സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റില്ല പ്രാക്ടിക്കലി. അതുപോലെ തന്നെ 1.2, 2 എന്ന് പറഞ്ഞാൽ റണ്ണ് കിടപ്പുണ്ടാവുമല്ലോ, അത് പറ്റുമോ? അത് പറ്റില്ല. അതായത് റൺസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം പ്രാക്ടിക്കലി അതിനൊരു റൂളുണ്ട്. അതെന്തേ പറ്റുള്ളൂ? അതിന് 0 കഴിഞ്ഞാൽ 1 പറ്റുള്ളൂ, 1 കഴിഞ്ഞാൽ 2 പറ്റുള്ളൂ, 2 കഴിഞ്ഞാൽ 3 പറ്റുള്ളൂ, 3 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 5, 5 കഴിഞ്ഞാൽ 6. ആ ഒരു രീതിയിൽ ജമ്പ് ചെയ്താണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് റൺസ് പറ്റില്ല. അതായത് 0 കഴിഞ്ഞാൽ 0.1 റൺ ഇല്ല, 0.2 ഇല്ല, ഒന്നുമില്ല. 0 കഴിഞ്ഞാൽ 1 ഉള്ളൂ, 1 കഴിഞ്ഞാൽ 2 ഉള്ളൂ, 2 കഴിഞ്ഞാൽ 3 ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു പരിപാടിനെ നമ്മൾ എന്താ വിളിക്കുക അറിയോ? നമ്മൾ പറയും റൺസ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയും. എന്താണ് മക്കളെ പറയും? റൺസ് നമ്മൾ പറയും ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയും. ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജമ്പ് ചെയ്താ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കാൻ പറ്റില്ല. ജമ്പ് ചെയ്ത് വാല്യൂസ് ഒരു ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ നമ്മൾ പറയും ആ ക്വാണ്ടിറ്റി എന്താണ്? ക്വാണ്ടൈസ്ഡ് ആയിട്ടാണെന്ന് പറയും. അപ്പോൾ റൺസ് ഇവിടെ ക്വാണ്ടൈസ്ഡ് ആണ്. ഇപ്പോഴത്തേക്ക് എന്തിനാ ഇപ്പോൾ പറഞ്ഞതറിയോ? നമ്മുടെ ചാർജും എങ്ങനെയാണ്? ഇപ്പം ഏത് ഒബ്ജക്റ്റിനും ചാർജ് ഉണ്ടാവും. കാരണം എവിടെയൊക്കെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഉണ്ടോ അവിടെയൊക്കെ ചാർജും ഉണ്ടാവും.
പക്ഷേ ഈ ചാർജിന് തോന്നിയ വാല്യൂസ് എടുക്കാൻ പറ്റില്ല. ഈ റൺസ് പോലെ ജമ്പ് ചെയ്തുള്ള വാല്യൂസ് എടുക്കാൻ പറ്റുള്ളൂ. ഓഹോ, അങ്ങനെയാണ് സാർ. ചാർജിന് ഇങ്ങനെ ആയിരിക്കും. ചാർജ് Q = ഒന്നെങ്കിൽ 0, ചാർജ് ഇല്ലാത്തുള്ള അവസ്ഥ, അല്ലെ നെക്സ്റ്റ് 1 കൂളുംബ്, 2 കൂളുംബ്, 3 കൂളുംബ്, 4 കൂളുംബ്. അങ്ങനെയാണോ? അങ്ങനെയല്ല. 1 കൂളുംബ്, 2 കൂളുംബ് ഇതുപോലെയല്ല, വേറൊരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഏറ്റവും ചെറിയ ചാർജ് എന്താണ്? ഏറ്റവും ചെറിയ ചാർജ് 0, ചാർജ് ഇല്ലാത്ത അവസ്ഥ. പക്ഷെ അതിനേക്കാൾ തൊട്ടടുത്തുള്ള ഏറ്റവും ചെറിയ ചാർജ് ഏതാണ്? ഇലക്ട്രോണിൻ്റെ അല്ല പ്രോട്ടോണിൻ്റെ ചാർജ്. അതിൻ്റെ വാല്യൂ എന്താ? മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? E എന്ന് വിളിക്കും നമ്മൾ. E എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ വാല്യൂ എത്രയാണ്? 1.6 × 10⁻⁻19 കൂളുംബാണ്. ഇതാണ് പ്രോട്ടോണിൻ്റെ ചാർജും. അത് തന്നെ -1.6 × 10⁻⁻19 എടുത്താൽ അത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അതാണ് ഫണ്ടമെൻ്റൽ ചാർജ്. കാരണം അതിനേക്കാളും ചെറിയ ചാർജ് ഇല്ല. അപ്പോൾ സാർ 1.6 പകരം 1.5 × 10⁻⁻19 കൂളുമുണ്ടോ? ഇല്ല. 1.4 × 10⁻⁻19 കൂളുമുണ്ടോ? ഇല്ല. ഇതാണ് ഏറ്റവും ചെറിയ ചാർജ്. അതിന് നമ്മൾ E എന്ന് വിളിച്ചു. അപ്പം 0 കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ചാർജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടാകും. എന്താണെന്നുള്ള കാര്യം അവസാനം പറയാം. പക്ഷെ തൽക്കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം 0യ്ക്കും E ഇടയിൽ വേറെ ചാർജ് ഇല്ല. E നമുക്ക് 1E എന്ന് വിളിക്കാം. 1 × E. അതിനിടയിൽ വേറെ ചാർജ് ഇല്ല. ഓഹോ, അപ്പോൾ അടുത്ത ചാർജ് എന്തായിരിക്കും? Eക്ക് ശേഷം അത് 1.6 × 10⁻⁻19 കൂളുംബിന് ശേഷം എന്തായിരിക്കും ചാർജ്? അടുത്ത ചാർജ് 2E ആണ്. 2 ടൈംസ് ഓഫ് ഈ സാധനം. അപ്പോൾ 2 × 1.6 അത്ര 3.2 × 10⁻⁻19 കൂളുംബ് അടുത്താണ്. അപ്പോൾ സാർ 1.6 × 10⁻⁻19 കൂളുംബ് കഴിഞ്ഞാൽ 1.7 ഇല്ലേ? ഇല്ല. 1.8 ഇല്ലേ? ഇല്ല. 3.2 ഉള്ളൂ. 2 ടൈംസ് ഓഫ് ദാറ്റേ ഉള്ളൂ. അടുത്തത് എന്തായിരിക്കും? നിങ്ങൾ ഗസ് ചെയ്തു 3. അങ്ങനെ പോകും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചാർജിന് നെഗറ്റീവ് ആവുന്നതുകൊണ്ട് എനിക്ക് പറയാം 0 കഴിഞ്ഞാൽ 1E മാത്രമല്ല -1E ഉണ്ട്. സോ +or-1E എന്ന് ഞാൻ എഴുതും. കാരണം -1E ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? -E അല്ലേ. അപ്പോൾ അതുപോലെ എല്ലാത്തിനും നെഗറ്റീവ് ആവാൻ പറ്റും. അതുകൊണ്ട് ഞാൻ +or- എന്നുള്ള രീതി എഴുതും. ഇതങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ ഇതിന് നമ്മൾ ജനറൽ ആയിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. എപ്പോഴും ഇങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് എഴുതും Q = NE എന്ന് എഴുതും. Q = എന്തെഴുതും മക്കളെ? NE എന്ന് എഴുതും. ഇവിടെ N കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? N തോന്നിയ നമ്പർ ആവാൻ പറ്റുമോ? Nന് 0 ആവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 0.5 ആവാൻ പറ്റും, 0.5 ആവാൻ പറ്റില്ല. N ഒന്നെങ്കിൽ 0 അല്ലെ 1 മാത്രമല്ല +or-1, +or-2, +or-3. അതായത് Nന് എന്തൊക്കെ എടുക്കാൻ പറ്റുള്ളൂ? N = നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 0 +or-1 +or-2 ഇങ്ങനത്തെ നമ്പേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക മക്കളെ? 1 2 3 4 5 6 -1 2 -2 -3 അതിൻ്റെ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റിജേഴ്സ്. Nന് എന്താവാൻ പറ്റുള്ളൂ? ഇൻറ്റിജർ ആവാനേ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ Q is always ചാർജ് എപ്പോഴും എന്താണ്? ഒരു E എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻19. അതിന് നമ്മൾ ഒരു പേരും വിളിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം. ഇലക്ട്രോണിക് ചാർജ്. അഥവാ ഇലക്ട്രോണിൻ്റെ ചാർജിനെയാണ് ഇലക്ട്രോണിക് ചാർജ് എന്ന് വിളിക്കും. അപ്പോൾ ഇലക്ട്രോണിക് ചാർജിൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആവാനേ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇലക്ട്രോണിക് ചാർജ് Eൻ്റെ തോന്നിയ മൾട്ടിപ്പിൾ ആവാൻ, ഡെസിമൽ മൾട്ടിപ്പിൾ ആവാൻ പറ്റുമോ? 0.5 E പറ്റില്ല. എന്തേ പറ്റുള്ളൂ? ഇൻറ്റിജർ മൾട്ടിപ്പിൾ 1E 2E 3 -1E -2E -3 അതേ പറ്റുള്ളൂ. അപ്പോൾ എപ്പോഴും ചാർജ് എന്താണ്? ഇലക്ട്രോണിക് ചാർജിൻ്റെ അല്ലെ ഫണ്ടമെൻ്റൽ ചാർജിൻ്റെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ, അല്ലെ കുറച്ചുകൂടി സ്റ്റൈലിൽ പറയുകയാണെങ്കിൽ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറയും. ബേസിക്കലി ഉദ്ദേശിക്കുന്നത് ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ ചാർജസ് ഒന്നും അലോഡ് അല്ല. അതുകൊണ്ട് തന്നെ നാളെ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ വരികയാണ്. Q = -0.5E. ഇങ്ങനത്തെ ഒരു ചാർജ് ഉണ്ടാവുമോ? ഇങ്ങനത്തെ ഒരു ചാർജ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ പറയണം. ഈ ഒരു ചാർജിൻ്റെ പ്രോപ്പർട്ടീനാണ് നമ്മൾ ഇന്ന് വിളിക്കുക ക്വാണ്ടൈസേഷൻ വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയും ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയും. റൺസ് ക്വാണ്ടൈസ്ഡ് ആണ്. അതുപോലെ ചാർജും ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് വിളിക്കും. ഇക്വേഷൻ എന്താണ്? Q = NE. N എന്ന് പറഞ്ഞാൽ എന്താണ്? 0 +or-1 +or-2 +or-3 അങ്ങനെ പോകും. ക്ലിയർ ആണല്ലോ? ചില ബുക്സിനെ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ എഴുതുന്നത് കാണാൻ പറ്റും. Q = +or-NE എന്ന് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു എന്തിനാ സാർ എക്സ്ട്രാ ഒരു +or- ഇട്ടിരിക്കുന്നത്? അവരവിടെ ഉദ്ദേശിക്കുന്നത് N എന്ന് പറഞ്ഞാൽ 0 1 2 3 എന്ന് വരുന്നുള്ളൂ. +or- പുറത്ത് എഴുതിയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി എന്താണ്? അവർ പറയുകയാണ് N 1 0 1 2 3 4 5 ആണ്. പക്ഷേ +or- ഞാൻ പുറത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ 0 1 2 3 4 അങ്ങനെയാണ് വരിക. നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. പക്ഷെ അങ്ങനെ എഴുതുമ്പോൾ Nൻ്റെ വാല്യൂസ് നിങ്ങൾ +or- ചേർക്കണം. എങ്ങനെ എഴുതിയാലും വിഷയമുള്ള കാര്യമല്ല. ഡസൻറ്റ് മാറ്റർ. കോൺസെപ്റ്റിലാണ് വിഷയം.
ക്ലിയർ ആണല്ലോ? അപ്പോൾ രണ്ട് പ്രോപ്പർട്ടീസ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രോപ്പർട്ടി കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോപ്പർട്ടിയാണ്, പക്ഷേ രസകരമായുള്ള പ്രോപ്പർട്ടിയാണ്, നമ്മൾ പ്രതീക്ഷിക്കില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ രസം കൂടി പറഞ്ഞുതരാം. ചാർജിന് എങ്ങനെയുള്ളൂ, മാസിന് എങ്ങനെ ഉണ്ടോ? മാസ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയാൻ പറ്റുമോ? അതായത് ഏറ്റവും ചെറിയ മാസം എത്രയാണ്? മാസ് ഇല്ലായ്മ 0 കിലോ അല്ലെ 0. തൊട്ടടുത്ത മാസം എന്താണ്? 0.1 കിലോ ആണോ? 1 കിലോ ആണോ? അല്ല, അതിൻ്റെ ഇടയിലുള്ളൊക്കെ ഉണ്ട് 0.0001 കിലോ ഉള്ള സാധനങ്ങളുണ്ടോ? മാസ് ക്വാണ്ടൈസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു വലിയത്തിന് വിഷയമാണ്, അല്ലെങ്കിൽ നമ്മൾ കടക്കുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ മാസം നമ്മൾ ക്വാണ്ടൈസ്ഡ് ആയിട്ട് എടുക്കാറില്ല. നമ്മൾ 0 മാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം ഇത്രേ പാടുള്ളൂ എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസ് ക്വാണ്ടൈസ്ഡ്. പക്ഷെ അതിനെപ്പറ്റി വേറെ തന്നെ വലിയൊരു ചർച്ച നമുക്ക് ചെയ്യാനുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ള കാര്യം. പക്ഷേ ബേസിക്കലി ക്വാണ്ടൈസ്ഡ് അല്ലാത്ത പല കാര്യങ്ങളുണ്ട്. വെള്ളം ഒഴുകുന്നത് ക്വാണ്ടൈസ്ഡ് ആണോ? ഓരോരോ തുള്ളികളായിട്ട് വെള്ളം ഒഴുകുള്ളൂ? ഇല്ല, വെള്ളം എത്ര വേണം ഒഴുകും. അര തുള്ളിയായിട്ട് വെള്ളം ഒഴുകും, കുറച്ചായിട്ട് വെള്ളം ഒഴുകും. അല്ലെ ഫുൾ തുള്ളികളായിട്ട് വെള്ളം ഒഴുകുന്നു ഇല്ല. അല്ലെ വെള്ളം കുടിക്കുന്ന ഒരു ഫുൾ തുള്ളിയായിട്ട് കുടിക്കാൻ പറ്റുള്ളൂ ഇല്ല. എനിക്ക് അര തുള്ളി കുടിക്കാം, 3/4 തുള്ളി കുടിക്കാം, എന്ത് വേണം ചെയ്യാം. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ യൂണിവേഴ്സലി ക്വാണ്ടൈസ്ഡ് ആയിട്ടുള്ളൂ. അതുപോലത്തെ ഒരു സാധനമാണ് നമ്മുടെ ചാർജ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മൂന്നാമത്തെ ചാർജിൻ്റെ പ്രോപ്പർട്ടിയാണ് ചാർജ് ഈസ് കൺസേർവ്ഡ്. മാസ് കൺസേർവ്ഡ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ചാർജും കൺസേർവ്ഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഒരു പെട്ടി എടുത്തു, നമ്മൾ നേരത്തെ പെട്ടി. ആ പെട്ടിയിൽ 3 ചാർജ് ഉണ്ടായിരുന്നു. രാവിലെ 10 മണിക്ക് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ആ പെട്ടിയിൽ എത്ര നെറ്റ് ചാർജ് എത്രയാണ് മക്കളെ പറ? നെറ്റ് ചാർജ് എത്രയാണ് പറ? ആഡ് നോക്കിക്കേ. 3ഉം 5ഉം 8 8 - 2 6 കൂടും. യെസ്, 6 കൂടും വരുന്നത് രാവിലെ 10 മണിക്ക്. ഈ പെട്ടി ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് ഞാൻ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാർജ് പോവില്ല, പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാർജ് പോവില്ല, പെട്ടിയിലേക്ക് ഉള്ളിലേക്ക് ചാർജ് കയറില്ല, ചാർജ് എക്സ്ചേഞ്ച് ഇല്ല. അതിനാണ് നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകുന്നേരം 5 മണിക്ക് വന്ന് നോക്കുമ്പോഴും നിങ്ങൾ പറ, ലോജിക്കലി പറ, അതിൻ്റെ നെറ്റ് ചാർജ് എത്രയായിരിക്കും? നിങ്ങൾ കുറച്ച് ചിന്തിച്ചവരാണ്, നിങ്ങൾ പറയും നെറ്റ് ചാർജ് സാർ വൈകുന്നേരം 5 മണിക്കും 6 കൂടുമ്പോഴായിരിക്കും. അതിൻ്റെ ലോജിക്ക് എന്താണ്? ലോജിക്ക് ഇത് ഐസൊലേറ്റഡ് സിസ്റ്റം ആണല്ലോ, ചാർജ് എക്സ്ചേഞ്ച് ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. വൈകുന്നേരം 5 മണിക്ക് വന്ന് നോക്കുമ്പോൾ അത് 6 കൂടുമ്പോഴായിരിക്കും. പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഇത് 3 ആയിരുന്നു. ഇപ്പം രാവിലെ തൊട്ട് ഞാൻ നോക്കിപ്പോയപ്പോൾ ഇത് 3 5 - 2 വൈകുന്നേരം നോക്കുമ്പോൾ അങ്ങനെയല്ല. പ്രശ്നമായല്ലോ. 3 കൂടുമ്പോൾ -1 കൂടുമ്പോയി, 5 കൂടുമ്പോൾ 4 കൂടുമ്പോയി, -2 എത്ര കൂടുമ്പോഴാണെന്ന് അറിയില്ല. അതെങ്ങനെയാണ് സംഭവിച്ചത്? ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, ഈ സിസ്റ്റം എന്ത് ചെയ്യില്ല, പുറത്തേക്കായിട്ട് സിസ്റ്റം ഇതാണ്, സറൗണ്ടിങ്സ് ഇത്രയാണ്, ബോർഡാണെന്ന് വിചാരിക്കുക, ബോർഡിൻ്റെ ബാക്കി ഭാഗമാണ്. ആ സറൗണ്ടിങ്സ് ആയിട്ട് ചാർജിനെ എക്സ്ചേഞ്ച് ചെയ്യില്ല എന്നേ ഉള്ളൂ. അവർ തമ്മിൽ ചാർജിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ 3 കൂടുമ്പോൾ 5 കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ചാർജ് കുറച്ച് അങ്ങോട്ട് കൊടുക്കാം, കുറച്ച് അങ്ങോട്ട് കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോഴും നമ്മുടെ ലോജിക്ക് എന്താണ് മക്കളെ? ടോട്ടൽ ചാർജ് അഥവാ നെറ്റ് ചാർജ് എന്തായിരിക്കും? ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അത് രാവിലെ 6 കൂടുമ്പോൾ വൈകുന്നേരം 6 കൂടുമ്പോഴായിരിക്കും. ഇനി ആ ലോജിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പറ മക്കളെ, എന്തായിരിക്കും ഈ ക്യൂ മിസ്സിങ് ചാർജ്, നമുക്ക് അറിയാത്ത ചാർജ്, ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ പറ. അത് സിമ്പിളാണ് സാർ, നമ്മുടെ ചാർജിൻ്റെ അഡിറ്റിവിറ്റി പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അതായത് ഈ മൊത്തം പെട്ടിയുടെ ചാർജ് എങ്ങനെ കിട്ടുക? -1ഉം -4ഉം 3ഉം ക്യൂ ആയിരിക്കും. 3 + Q ആണ് ഈ പെട്ടിയുടെ ടോട്ടൽ ചാർജ്. നമ്മുടെ ചാർജ് കൺസർവേഷൻ പ്രിൻസിപ്പിൾ പ്രകാരം രാവിലെ 10 മണിക്കുള്ള ചാർജ് തന്നെയായിരിക്കണം വൈകുന്നേരം 10 മണിക്കുള്ള ചാർജ്. അതായത് നെറ്റ് ചാർജ് എത്രയായിരിക്കും? 6 കൂടുമ്പോൾ ആയിരിക്കണം. ദാറ്റ് ഇസ് Q = 6 - 3 ഈ Q എത്രയായിരിക്കണം? 3 കൂടുമ്പോൾ ആയാലും ഇത് ശരിയാവുള്ളൂ. കാരണം ചാർജ് എന്താണ്? കൺസേർവ്ഡ് ആണ്. ചാർജ് നഷ്ടപ്പെടില്ല. രാവിലെ 10 മണിക്ക് 6 കൂടുമ്പോഴാണെങ്കിൽ വൈകുന്നേരം 5 മണിക്കും അത് 6 കൂടുമ്പോൾ തന്നെയായിരിക്കും. ഗിവൺ ഇത് ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ, ചാർജിനെ പുറത്തേക്കും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാത്ത സിസ്റ്റം ആണെങ്കിൽ. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ചാർജ് വിത്തിൻ ദ സിസ്റ്റം ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ടോട്ടൽ ചാർജ് അഥവാ നെറ്റ് ചാർജ് കൺസേർവ്ഡ് ആയിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത്രയൊരു സംഭവം. മാസ് കൺസർവേഷനിൽ പോലെ ഒരു റിയാക്ഷനിൽ, കെമിക്കൽ റിയാക്ഷനിൽ മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ റിയാക്ടൻസിൻ്റെയും പ്രൊഡക്ട്സിൻ്റെയും ഇങ്ങനെ മാറി മാറി കളിക്കുമെങ്കിൽ ടോട്ടൽ മാസ് എന്താണ്? റിയാക്ടൻസിന് എടുത്ത് നോക്കുക, പ്രൊഡക്ട്സിന് എടുത്ത് നോക്കുക, ടോട്ടൽ മാസ് 2 സൈഡിലും ബാലൻസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ. ഇനി ആരാണ് ഈ ഐസൊലേറ്റഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകാതെ? ഇപ്പോൾ ഇങ്ങനെ ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ടാക്കുക വല്ല ഫ്ലാസ്ക് ആണോ? അപ്പം തെർമോഡൈനാമിക്സിൽ ഫ്ലാസ്ക് ഒക്കെ എടുക്കുകയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം പോലെയൊക്കെ ആക്ട് ചെയ്യുന്നത്. ഇത് അതുപോലെയാണോ? അല്ല. നിങ്ങൾ യൂണിവേഴ്സ് മൊത്തത്തിൽ എടുത്താൽ മതി. യൂണിവേഴ്സ് മൊത്തത്തിൽ ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ യൂണിവേഴ്സ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിലെ ഒബ്ജക്ട്സ് തമ്മിൽ ചാർജിന് എക്സ്ചേഞ്ച് ചെയ്യും. പക്ഷേ യൂണിവേഴ്സിലെ നെറ്റ് ചാർജ് എപ്പോഴും എത്രയായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. 0 അല്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? കാര്യം മനസ്സിലായി? ഇതിനെയാണ് നമ്മൾ വിളിക്കുക ചാർജ് ഈസ് കൺസേർവ്ഡ് അഥവാ കൺസർവേഷൻ ഓഫ് ചാർജ്. ഇത്രയുള്ള സംഭവം. അതിൻ്റെ ഒരു പ്രോബ്ലവും കൂടെ നമ്മൾ ചെയ്തു. ക്ലിയർ ആണ്?
അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസേ ഉള്ളൂ നിങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി ചാർജിനെ പറ്റിയിട്ട് 3 പ്രോപ്പർട്ടീസും ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പരീക്ഷയിൽ ചോദിക്കുക സ്റ്റേറ്റ് ദി അഡിറ്റിവിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതി വെക്കേണ്ടത്. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത്രയും മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ 3 പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ് കൃത്യമായി മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും യെസ് മനസ്സിലായി സർ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ചെയ്യുക. ഒരു 50 കമൻ്റ് എങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ ചാപ്റ്ററിലെ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങളതെന്നെ അറിയിക്കണം. ഓക്കെ, കാരണം ഇതൊക്കെ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പല കാര്യങ്ങളുടെ ഇടയിലാണ് ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് വരുന്ന ഓരോ വീഡിയോസും നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്രയും നല്ല എഫേർട്ട് ഇട്ടിട്ട് നല്ല രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, അത്രയും പറയുന്നുള്ളൂ മക്കളെ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.